ഹലോ, ഇന്ന് വൈകുന്നേരം ഭയങ്കര വിശപ്പാണ്. അപ്പോൾ കടയിൽ പോയി വാങ്ങിക്കാനുള്ളൊരു ക്ഷമയില്ലാത്തത് കൊണ്ട് ഇവിടെ ബ്രെഡ് ഇരിപ്പുണ്ട്. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് എൻ്റെ കുറച്ച് ആഡ് ഓൺസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് ഞാൻ തന്നെ കണ്ടുപിടിച്ച റെസിപ്പികൾ എന്ന് പറയുന്ന പോലെ ഞാൻ തന്നെ ചെറുതായിട്ടൊന്ന് ആഡ് ഓൺ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണെന്ന് കാണാം. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. ബ്രെഡ് ഇട്ടിട്ട് അതിനെ മൊരിയിച്ചെടുക്കണം. ഇത് മിക്കവരും ചെയ്യുന്ന കാര്യമാണ്, പക്ഷെ നമുക്കിതിങ്ങനെ മൊരിയിച്ചെടുക്കണം. മൊരിയിച്ചെടുത്താണ് ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് ഇതിനകത്തുള്ള എൻ്റെ ക്രിയേറ്റിവിറ്റി. അപ്പം നമുക്കത് മൊരിയിച്ചെടുത്തിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിക്കാൻ ആവശ്യമുള്ള ബ്രെഡൊക്കെ മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്പ്രെഡ് ആഡ് ചെയ്യണം. അപ്പോൾ സ്പ്രെഡ് ആഡ് ചെയ്യാം. ഏത് സ്പ്രെഡാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹെർഷീസിൻ്റെ സ്പ്രെഡാണ്. കോക്കോ വിത്ത് ആൽമണ്ട് ആണ്. ഇത് ആക്ച്വലി എൻ്റെ കെട്ടിയോൻ്റെ ഇഷ്ടപ്രകാരം പോയി എടുത്തതാണ് കേട്ടോ. ഇത് ഈ സാധനങ്ങളൊന്നും കണ്ടാൽ ഞാൻ വാങ്ങിക്കാറില്ല, എനിക്ക് വലിയ താല്പര്യമില്ലാത്ത സാധനമാണ്. സോ അപ്പോൾ ഇത് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വേറെ ടോപ്പിങ്സും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കാണാം. ഓക്കെ, ഇതിൽ നമുക്ക് ഇപ്പം ഏത് സ്പ്രെഡ് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ന്യൂട്ടല്ലയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജാമൊക്കെ ഞാൻ പണ്ടൊക്കെ യൂസ് ചെയ്യായിരുന്നു. ഇപ്പോൾ അതിനോടുള്ള താല്പര്യമൊക്കെ പോയി. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു ഇഷ്ടപ്പെട്ട സ്പ്രെഡ്. അപ്പം നമുക്ക് എല്ലാത്തിലും ഇത് സ്പ്രെഡ് ചെയ്തിട്ട് ബാക്കി ടോപ്പിങ്സ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ. ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഈ വൈറ്റ് കളർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ആണ്. ഒരു പ്രാവശ്യം പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. അപ്പം മിൽക്ക് മെയ്ഡും കൂടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോണ ഐറ്റം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. നിങ്ങളുടെ ചിന്തയിൽ പോലും വരാത്തൊരു ഐറ്റം ആയിരിക്കും ചിലപ്പോൾ. ഗൈസ്, പഴം. എൻ്റെ ഒരു വിയേർഡ് തോട്ടിൽ വന്നൊരു സാധനമാണത്. നിങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനത്തെ തോട്ടൊക്കെ എനിക്ക് ഇടയ്ക്ക് വരും. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ കൂടെ ചോക്ലേറ്റിൻ്റെ സ്പ്രെഡ് ചേർത്തു, മിൽക്ക് മെയ്ഡ് ചേർത്തു. ഇനി പഴം കൂടെ ആഡ് ചെയ്തിട്ടാണ് കഴിക്കാൻ പോണേ. അപ്പോൾ നമ്മൾ പഴം ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടെണ്ണത്തിൽ ആഡ് ചെയ്യാത്തത് എൻ്റെ കെട്ടിയത് ഇഷ്ടമല്ല. എന്നോട് ചോദിച്ചു, നിൻ്റെ എന്ത് ചിന്തയിലാണെന്ന് എനിക്ക് ഈ പഴം ആഡ് ചെയ്യാൻ തോന്നിയെന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. സ്വസ്ഥമായിട്ട് നമുക്ക് ഇരുന്ന് കഴിച്ചു നോക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിക്കണം. നിങ്ങളിതിനകത്ത് പഴം ആഡ് ചെയ്യുമ്പോൾ നല്ല മധുരമുള്ള പഴം ആഡ് ചെയ്യണം. പുളിയുള്ള പഴമൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. അതായത് ഒരു പാളയംകുടം പഴമില്ലേ, അതിനൊക്കെ ഭയങ്കര പുളിയാണ്. അങ്ങനത്തെ പഴം ആഡ് ചെയ്ത് നല്ല മധുരമുള്ള പഴം ആഡ് ചെയ്യണം. എന്നാലാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടുക. വെരി ഗുഡ് ടേസ്റ്റ്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ചിലർക്ക് ഈ കോമ്പിനേഷൻ ഇഷ്ടപ്പെടില്ല. ഇതെൻ്റെ ഒരു എന്താ പറയുക, ഇങ്ങനത്തെ ചിന്തകളൊക്കെ ഇടയ്ക്ക് വരും, വെറൈറ്റി ചിന്തകളൊക്കെ. അപ്പം ഇങ്ങനത്തെ ഓരോ പരീക്ഷണങ്ങൾ നടത്തും. പല്ലിലൊക്കെ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ മസ്റ്റ് ട്രൈ. ഫൈനൽ കഴിഞ്ഞു കഥ. ബൈ.